കാലം മുന്നേറിയപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ മനോഭാവത്തിൽ മാറ്റം വന്നു. അത് വിദ്യാഭ്യാസ മേഖല ഒരു നല്ല ലാഭം കൊയ്യാൻ പറ്റുന്ന മേഖലയാണ് എന്ന് കണ്ടെത്തുന്ന സ്ഥിതിയുണ്ടായി. അതിൻ്റെ ഭാഗമായി ലാഭം കൊയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കേരളത്തിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരത്തെ ഒരു തരത്തിലുള്ള സാമ്പത്തിക രാജ്യത്തിൻ്റെ ഭാഗമായ അനാശാസ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നില്ല. ഏകദേശം എല്ലാ മാനേജ്മെൻറ്റുകളും. എന്നാൽ പിന്നീട് അതിൽ മാറ്റം വന്നു. ആ മാറ്റം നമ്മുടെ സമൂഹത്തെ വല്ലാതെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ വളർന്നു വരുന്ന സ്ഥിതിയുണ്ടായി. അതിനെ അരുനിൽക്കുന്ന, അതിന് പിന്തുണ നൽകുന്ന നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെയാണ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത്. ആ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് വലിയ പ്രോത്സാഹനം നൽകി. അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമ്പോൾ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ അവഗണന നേരിടേണ്ടി വന്നു. അതിന് നൽകുന്ന പിന്തുണ ഇല്ലാതായി. അതെവിടെ എത്തിച്ചു? നമ്മുടെ സ്കൂളുകളുടെ അത്യന്തം ശോചനീയമായ അവസ്ഥ. 4000-ഓളം സ്കൂളുകളാണ് ഒറ്റയടിക്ക് അനാദായകരമെന്ന് പറഞ്ഞ് അടച്ചുപൂട്ടാനുള്ള തയ്യാറെടുപ്പ് സംസ്ഥാനത്ത് അധികാരത്തിലുള്ള ഗവൺമെൻറ് നടത്തിയിരുന്നത്. ചില സ്കൂളുകൾ അടഞ്ഞുപോയി. അടഞ്ഞുപോയില്ലെങ്കിലും കുട്ടികൾ വല്ലാതെ കൊഴിഞ്ഞുപോയി. ഒരു കണക്കിൽ പറഞ്ഞത് ഈ തരത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയി എന്നാണ്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരും വല്ലാതെ വേദനിച്ച അവസ്ഥ. ഇനി ഇത് പരിഹരിച്ചെടുക്കാൻ കഴിയില്ല. ഇങ്ങനെയായിപ്പോയി. അപ്പോഴേക്കും രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാതായി കഴിഞ്ഞു. ചിലയിടങ്ങളിൽ പോയാൽ പണ്ട് ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയാണ്. ആ നിലയിലേക്ക് കാര്യങ്ങളെത്തി. അവിടത്തേക്ക് മെല്ലെ മെല്ലെ നമ്മുടെ നാട് നീങ്ങുകയായിരുന്നു. എല്ലാവരും, വിദ്യാഭ്യാസ രംഗത്തുള്ള അധ്യാപകർ മാത്രമല്ല, പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരും വല്ലാതെ മനോവേദന അനുഭവിച്ച അവസ്ഥ. ആ ഘട്ടത്തിലാണ് 2016 LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തന്നെ LDF കൃത്യമായി നാടിനോട് പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞു, പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കും. LDFനെ ജനങ്ങൾ അധികാരത്തിലേറ്റിയപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDF പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ LDF സർക്കാർ ആരംഭിച്ചു. അങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് തുടക്കം കുറിക്കുന്നത്. നാടും നാട്ടുകാരും
വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സകലരും, അധ്യാപകർ, രക്ഷാകർത്താക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാം അതിൻ്റെ ഭാഗമായി അണിനിരന്നു. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. ജനപ്രതിനിധികളായവരെല്ലാം അതിൻ്റെ കൂടെ അണിനിരന്നു. വലിയ മാറ്റം സൃഷ്ടിക്കാനായി. അതിൻ്റെ മാറ്റം അറിയുന്നവരാണ് നിങ്ങൾ. എന്താണ് മാറ്റമെന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം തകരില്ല എന്ന ആത്മവിശ്വാസം പൊതുവെ ഉണ്ടായി. അത് വെറുതെ ഉണ്ടായതല്ല. അതിനാവശ്യമായ ഫണ്ട് സർക്കാരും ചെലവഴിച്ചു. സർക്കാരിനോടൊപ്പം സഹകരിച്ചുകൊണ്ട് പണം ചെലവഴിക്കുന്നതിന് നാട്ടുകാരും തയ്യാറായി. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഇടപെടൽ. അപ്പോൾ നമ്മുടെ കെട്ടിടങ്ങളുടെ പരിതാപകരമായ അവസ്ഥ മാറി. ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായി, സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളായി. വലിയ മാറ്റം പൊതുവിദ്യാഭ്യാസ രംഗത്ത് വന്നു. ഈ മാറ്റമാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖല എങ്ങനെയൊക്കെ തകർന്നു പോയിരുന്നു എന്നതിൻ്റെ സാക്ഷികളാണല്ലോ നിങ്ങൾ പലരും. 2016 ശേഷം സർവീസിൽ ചേർന്നവർക്ക് അനുഭവം ഉണ്ടാവില്ല. അതിനു മുൻപ് പാഠപുസ്തകം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുത്ത അധ്യാപകർ കാണുമല്ലോ. കാരണം പാഠപുസ്തകം കിട്ടാനില്ല. ക്ലാസ്സിൽ പഠിപ്പിക്കാൻ കുട്ടികൾക്ക് കൊടുക്കാൻ പാഠപുസ്തകമില്ല. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നല്ലോ. മാസങ്ങൾ വന്ന് പിറക്കുമ്പോൾ സ്കൂളുകൾ അക്കാദമിക് വർഷം ആരംഭിക്കുന്നത് എപ്പോഴൊക്കെയാണെന്ന് എല്ലാവർക്കും നേരത്തെ അറിയാലോ. അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതാണല്ലോ. അതൊരു സ്കൂളിലെ കുട്ടിക്കോ അധ്യാപകനോ ചെയ്യാൻ കഴിയില്ലല്ലോ. കുട്ടികളോ അധ്യാപകരോ എല്ലാവരോ ചെയ്യേണ്ടത്. അത് ഭരണ നേതൃത്വം ചെയ്യേണ്ട കാര്യമാണല്ലോ. പക്ഷേ അക്കാദമിക് വർഷം ആരംഭിച്ച് മാസങ്ങൾ പലത് പിന്നിട്ടിട്ടും ഫോട്ടോസ്റ്റാറ്റിനെ ആശ്രയിക്കുന്ന കുട്ടികളെ കണ്ടില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ മേലെ നടന്നു എന്നുള്ളതും നിങ്ങളെ അനുഭവത്തിലുള്ളതാണല്ലോ. ഇതിനെല്ലാം മാറ്റം വന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആവശ്യമായ പാഠപുസ്തകങ്ങൾ വെക്കേഷൻ ടൈമിൽ തന്നെ നിങ്ങളുടെ കയ്യിലെത്തുന്നു. അതാണ് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗം. പൊതുവിദ്യാഭ്യാസ മേഖല തകർന്നുകൂടാ, സംരക്ഷിക്കപ്പെടണം എന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അക്കാദമിക് നിലവാരം വലിയ തോതിൽ ഉയരുന്നതിന് ഒട്ടേറെ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം ഒറ്റപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ ചില വിദ്യാർത്ഥികൾ പലവിധ കാരണങ്ങളാൽ ശരാശരി നിലവാരത്തിലേക്ക് എത്താത്തവരുണ്ടാവും. നാം കാണേണ്ടത് ഒരു കുട്ടി ഏറ്റവും ആദരവോടെ കാണുന്ന ആള് ആ കുട്ടിയുടെ ടീച്ചറാണ്, അധ്യാപകനോ അധ്യാപികയോ ആണ്. കുട്ടികളിൽ സാധാരണഗതിയിൽ പലതരക്കാരുണ്ടാവും. അതിൽ
ചിലർ പഠനകാര്യങ്ങളിൽ ശരാശരിക്ക് പിറകിലായി പോകാം. ശരാശരിക്ക് പിറകിലായിപ്പോയവരെ കണ്ടാലും സാധാരണയുള്ള പാഠഭാഗങ്ങൾ പഠിപ്പിച്ചങ്ങ് അവസാനിപ്പിക്കുക എന്ന നില സ്വീകരിക്കുന്നത് ഇന്നത്തെ കാലത്തൊരു അധ്യാപക ധർമ്മമായി വരില്ല. അതിന് പ്രത്യേക സമയം കണ്ടെത്തണം. ആ കുട്ടിയെയോ കുട്ടികളെയോ അധികം പേരുണ്ടാവില്ല. അവരെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന നില ഈ അധ്യാപകരിൽ നിന്നുണ്ടായാൽ വലിയ മാറ്റം ആ കുട്ടികളിൽ സംഭവിക്കും. അത് പ്രത്യേകമായി തന്നെ നിങ്ങൾ ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആരും പിന്തള്ളപ്പെട്ടു പോകരുത്. പ്രത്യേക സാഹചര്യങ്ങളുണ്ടാകാം. ആ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനാവണം. ക്ലാസ്സിലെത്തി പഠിപ്പിക്കാൻ നിയോഗിച്ച കാര്യങ്ങൾ പഠിപ്പിച്ച് അതോടെ കാര്യങ്ങൾ തീർന്നുവെന്ന പൊതുധാരണയിലെത്താൻ പാടില്ല. നിങ്ങളെ മുന്നിലിരിക്കുന്ന കുട്ടികൾ, അവരിൽ ഓരോ ആളെയും പ്രത്യേകമായി വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയണം. നല്ലൊരു ഭാഗം പ്രത്യേക പിന്തുണയൊന്നും ആവശ്യമില്ലാത്തവരാണ്. പ്രത്യേക പിന്തുണ ആവശ്യമുള്ളവർക്ക് ആ പ്രത്യേക പിന്തുണ നൽകുന്ന ഒരു സംവിധാനം ഒരുക്കാനാകണം. ഇത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ വലിയ തോതിലുള്ള മാറ്റത്തിന് വഴിവെക്കുമെന്നാണ് കാണേണ്ടത്. നിങ്ങളൊരു ക്ലാസ്സിൻ്റെ മുന്നിൽ ചെന്നാൽ കുട്ടികളെയെല്ലാം നിങ്ങൾ കാണുന്നു. അതിനു മുൻപ് നിങ്ങൾ കണ്ടതുപോലെയല്ല ഒരു കുട്ടി. ആ കുട്ടിയുടെ മുഖത്ത് വല്ലാത്തൊരു പ്രത്യേകത നിങ്ങൾക്ക് ദർശിക്കാനാകുന്നു. എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നത് നിങ്ങളുടെ സെൻസിലെത്തണം. അത് എന്താണ്, എന്തു പറ്റി, പ്രത്യേകമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം. പലതിൽ നിന്നും ആ കുട്ടിയെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ രക്ഷിച്ചെടുക്കാൻ കഴിയും. നിങ്ങളുടെ അടുത്ത് കുട്ടികളുടെ മെന്ററാവുക എന്നൊരു നിർദ്ദേശം നേരത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വെച്ചിട്ടുണ്ട്. ആ മെന്റർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കുറച്ച് കുട്ടികളെ നിങ്ങൾ കൃത്യമായി നിരീക്ഷിക്കണമെന്നുള്ളതാണ്. ഓരോ ക്ലാസ്സിൻ്റെയും സ്കൂളിൻ്റെയും കുട്ടികളുടെയും എല്ലാം പ്രത്യേകത വെച്ചുകൊണ്ട് അതത് സ്കൂൾ തീരുമാനിക്കേണ്ട കാര്യമാണ് അതെങ്ങനെ വേണമെന്നുള്ളത്. എങ്ങനെയായാലും കുട്ടിക്കെന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി നിങ്ങളിൽ വളർത്തിയെടുക്കാനാവണം. അത് ഇക്കാലത്ത് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും തുടർന്ന് സംഭവിക്കാതിരിക്കുന്നതിനും വഴിവെക്കും. ഇന്നത്തെ കാലം നല്ല കാലമാണ് എന്ന് പറയുമ്പോൾ തന്നെ
ഒരുപാട് കട്ടകാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു കാലം കൂടിയാണ്. അതിൽ ഈ ലാഭേച്ഛ മൂത്ത് എങ്ങനെയും പണം സമ്പാദിക്കുക എന്ന ചിന്ത, ഏത് ദുർവൃത്തിയിലൂടെയും പണം സമ്പാദിക്കുക എന്ന ചിന്ത നല്ലൊരു ഭാഗം ആളുകളിൽ വന്നു ചേർന്നിട്ടുണ്ട്. അവർ വലിയ തോതിലുള്ളൊരു മാഫിയായി പ്രവർത്തിക്കുകയാണ്. വളരെ കൂടുതൽ ആളുകളല്ലത്. ഇപ്പോൾ ഡ്രഗ്സ് മാഫിയയെ പറ്റി നമ്മൾ സാധാരണ പറയാറുണ്ട്. ഡ്രഗ്സിൻ്റെ ആപത്ത് ഓരോ ദിവസവും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാവും. നമ്മളിതിൽ കാണേണ്ടത് നിലവിലുള്ള യാഥാർത്ഥ്യമാണ്. ഇതാണ് യഥാർത്ഥ മാഫിയ കേട്ടോ. നമ്മുടെ നാട്ടിൽ പലരെയും മാഫിയ നമ്മൾ വിളിക്കാറുണ്ട്. അതൊന്നും ശരിക്കുള്ള മാഫിയ എന്നുള്ള പേരിന് അർഹതപ്പെട്ടവരല്ല. ശരിയായ മാഫിയ ഇതാണ്. കാരണം ഡ്രഗ്സ് മാഫിയ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തെ ചില രാഷ്ട്രങ്ങളിലെ ഗവൺമെൻറ്റുകളെ തന്നെ അട്ടിമറിക്കാൻ ശേഷിയുള്ളവരാണ്. അത്ര വലിയ സാമ്പത്തിക ശേഷിയാണ് ആ മാഫിയക്കുള്ളത്. അതിൻ്റെ കണ്ണിയായിട്ടാണ് ഇവിടെ ചിലർ പ്രവർത്തിക്കുന്നത്. അവർ വല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെക്കുകയാണ്. കുഞ്ഞുങ്ങളിലേക്ക് എത്താൻ അവർ വല്ലാതെ പാടുപെടുകയാണ്. പലതരത്തിലാണ്. കുഞ്ഞുങ്ങളെ ഇതിൻ്റെ വാഹകരാക്കാനുള്ള ശ്രമമുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തോതിൽ മെല്ലെ മെല്ലെ ഇതിൻ്റെ ഉപയോക്താക്കളാക്കി മാറ്റുക, അതിനുള്ള ശ്രമവുമുണ്ട്. നിർഭാഗ്യകരമായ അവസ്ഥ, ചില കുട്ടികൾ അതിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ്. പെട്ടുപോകുന്നതിൽ ലിംഗവ്യത്യാസമില്ല. ആൺകുട്ടിയുമുണ്ട്, പെൺകുട്ടിയുമുണ്ട്. ഇത് വലിയൊരു സാമൂഹ്യ വിപത്തായിട്ട് മാറുകയാണ്. ആ സാമൂഹ്യ വിപത്ത് തടയുന്നതിന് ഒരുപാട് ഇടപെടലുകൾ ഔദ്യോഗികമായി നടത്തുന്നുണ്ട്. നിങ്ങൾ സ്കൂളുകളിൽ നടത്തിയിട്ടുണ്ട്, സ്കൂൾ അസംബ്ലികളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൊതുവിൽ പലരും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ആപത്ത് തുടരുകയാണ്. ഇത് അതീവ ഗൗരവമായി കാണാൻ നമുക്ക് കഴിയണം. ഇതിലൊരു പ്രശ്നമുള്ളത് ആദ്യം സ്കൂളുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഒന്നോ രണ്ടോ കുട്ടികൾ ഈ തരത്തിൽ കൂട്ടുകെട്ടിൽപ്പെടുന്നു, ഇത് ഉപയോഗിക്കുന്നു, അതിനടിമയായിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ അതിൽ ശരിയായ രീതിയിൽ ഇടപെടാൻ നമുക്ക് കഴിയണം. ആ ഇടപെടുന്നത് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നല്ല സമയത്തതയുടെയുമാകണം. ബഹളം വെച്ചാകരുത്. കാരണം ആ കുട്ടിയുടെ അഭിമാനത്തിന് പോറലേൽക്കാതെ കുട്ടിയെ തിരുത്തിക്കലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ തിരുത്തിക്കാനുള്ള ഇടപെടലാണ് വേണ്ടത്. അതിന് ആവശ്യമായ കൗൺസിലിംഗ് ചിലപ്പോൾ വേണ്ടി വരും. അധ്യാപകർ ആ തരത്തിൽ ഇടപെടാൻ പറ്റുന്നവരുണ്ടാവും, അവരിടപെടുക. വേണമെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുക. വീട്ടുകാർക്ക് ആവശ്യമായ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന അവബോധം സൃഷ്ടിക്കുക. ഇതൊക്കെ ഇതിൽ പ്രധാനമാണ്. ചിലപ്പോൾ ആ വീട്ടുകാർ ഇത് പുറത്തറിഞ്ഞാലുള്ള അപമാനഭാരത്താൽ പുറത്തു പറയാൻ തയ്യാറാവില്ല.
അപ്പം അങ്ങനെ വന്നാൽ ഈ കുട്ടി കൂടുതൽ കൂടുതൽ ഇതിനടിമയായി പോവുകയാണ് ചെയ്യുക. അപ്പം അതിൽ നിന്ന് തിരുത്തിയെടുക്കണമെങ്കിൽ രക്ഷിതാക്കൾ സഹകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ കാര്യം രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്താനാവണം. ഇതൊന്നും സാധാരണ പാഠഭാഗങ്ങളുടെ ഭാഗമായി ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് വരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത വെച്ച് ഭാവി സമൂഹം വാർത്തെടുക്കുന്ന ശില്പികളാണ് നിങ്ങൾ. ഭാവി സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ കുഞ്ഞുങ്ങളാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. അപ്പം ആ കുഞ്ഞുങ്ങൾ ആരും തന്നെ നാളെയുടെ ലോകത്തിന് പറ്റാത്തവരായി മാറരുത്. ഇതിനടിപ്പെട്ടു പോയാൽ അതാണ് സംഭവിക്കുക. മനുഷ്യനല്ലാതായി മാറുകയാണ്. അപ്പം ആ ആപത്ത് തൻ്റെ ഒരു കുഞ്ഞിന് സംഭവിക്കരുത് എന്ന ധാരണയോടെ അധ്യാപകർക്ക് ഇടപെടാൻ പറ്റണം. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വെല്ലുവിളിയായി ചെയ്യേണ്ട ഒരു കാര്യമാണത്. നിങ്ങൾ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, മറ്റ് ഏജൻസികൾ അതിൻ്റെ ഭാഗമായി ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സ്കൂൾ പരിസരം ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇഷ്ടം പോലെ കടന്നു വരാൻ പറ്റുന്നതാണ് എന്നൊരവസ്ഥ ഉണ്ടാക്കരുത്. പൊതുവായ നിയന്ത്രണം അതിൽ കൊണ്ടുവരണം. PTA സഹകരണം അതിൽ തേടണം. തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ ഇടപെടൽ വേണം. ലോക്കൽ പോലീസ് സ്റ്റേഷൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ അവരെയും അതിൽ ബന്ധിപ്പിക്കണം. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ജാഗ്രതയോടെയുള്ള ഇടപെടൽ ഈ കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനീ പറഞ്ഞതെല്ലാം സാധാരണ അധ്യാപക വൃത്തിക്ക് പെട്ട കാര്യങ്ങളല്ല, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കാണ് ഇതിന് നേതൃത്വം കൊടുക്കാൻ കഴിയേണ്ടത്. കാരണം നിങ്ങളാണ് ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു അധ്യാപക സംഘടന. ഇതൊരു വലിയ ക്യാമ്പയിനായിട്ട് നാം എടുക്കാൻ പോവുകയാണ്. അടുത്ത അക്കാദമിക് വർഷ ആരംഭത്തിൽ വലിയ ക്യാമ്പയിനായിട്ട് തന്നെ എടുക്കണമെന്ന് സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ എടുത്തതിന് കുറച്ച് ഫലം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും പല വാർത്തകൾ, ഒരു വാർത്തയുടെയും കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു ഉദാഹരണവും ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെയും എൻ്റെയും എല്ലാം ശ്രദ്ധയിലുണ്ടാവും. അതൊന്നും ഇപ്പോൾ ഞാൻ പങ്കുവെക്കുന്നില്ല. ഈ ഒരു ജാഗ്രത നിങ്ങൾ പൊതുവെ കാണിച്ചു പോകണം. ഒരു അധ്യാപക സംഘടന എന്ന നിലക്ക് നല്ല പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്. ഇത്രയെല്ലാം കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇനി ഞാൻ കടക്കുന്നില്ല. അത് ഇവിടെ മറ്റ് ആളുകൾ സംസാരിക്കാനുണ്ട്. അവർ പറയുന്നതായിരിക്കും നന്നാവുക. നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ചില പ്രത്യേക പ്രശ്നങ്ങൾ നേരിട്ട് പോവുകയാണ്. അത് നമ്മുടെ നാട് നല്ല രീതിയിൽ വികസിച്ച് പോകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്? നമ്മുടെ നാട്ടിൽ ചില ഉത്തരവാദപ്പെട്ടവർ തന്നെ ആർക്കും മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു കളി. ഇപ്പോൾ ആളെ പേരൊന്നും നമ്മൾ നോക്കണ്ട. ഒരു ജനപ്രതിനിധി, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാൾ, അദ്ദേഹം കേരളത്തെക്കുറിച്ച് നല്ല വാചകങ്ങൾ ചിലത് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒന്നും അതിശയോക്തിയായി പറഞ്ഞില്ല. ഒന്ന്, നിക്ഷേപ സൗഹൃദ സംസ്ഥാനം ആ നിലയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യ രാജ്യത്ത് 1-ാം സ്ഥാനത്ത് കേരളം എത്തി. ഇത് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമല്ല, നമ്മളാരെങ്കിലും ശുപാർശ ചെയ്ത് നേടിയതുമല്ല, ഏതെങ്കിലും പക്ഷപാതിത്വത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ലഭിച്ചതല്ല. ഇന്ത്യ ഗവൺമെൻറ് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പരിശോധനകൾ നടത്തി
ആ മാനദണ്ഡം അനുസരിച്ച് ഇന്ത്യയിൽ നമ്പർ 1 സംസ്ഥാനം കേരളം എന്ന നില നിക്ഷേപ സൗഹൃദ കാര്യത്തിലുണ്ടായി. അതാണല്ലോ സംഭവിച്ചത്. ആ സംഭവിച്ചതിനെ ആ രീതിയിൽ തന്നെ കാണണ്ടേ? അതിനെക്കുറിച്ച് കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ഒരാൾ, അദ്ദേഹം യഥാർത്ഥത്തിൽ മന്ത്രി തുല്യനാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അദ്ദേഹം പറയാണ്, നിക്ഷേപ സൗഹൃദമൊന്നും ശരിയല്ല, നിക്ഷേപ സൗഹൃദ സംസ്ഥാനമൊന്നുമല്ല കേരളം, അങ്ങനെ വ്യവസായ സൗഹൃദ അന്തരീക്ഷമൊന്നും ഇവിടെയില്ല. എന്താ അങ്ങനെ പറയാനിടയാകുന്നത്? എങ്ങനെയാണ് നാടിന് വിരുദ്ധമായ ഒരു വികാരം ഇത്തരം ആളുകളിൽ വരുന്നത്? നമ്മുടെ നാടിൻ്റെ ഭാഗമായി എല്ലാവരും അതിൽ അഭിമാനിക്കുകയല്ലേ ചെയ്യുക. നമ്മുടെ നാട് ഒരു നേട്ടം കൊയ്തു. ഈ നേട്ടം യാദൃശ്ചികമായി ഒരു ദിവസം കൊണ്ട് കൊയ്തല്ല. 2016 അധികാരത്തിൽ വന്നതിന് ശേഷം സ്വീകരിച്ച നടപടികളുണ്ട്. ആ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരം നേട്ടങ്ങളുണ്ടായത്. നിയമങ്ങൾ ഒന്നല്ല 10 ഭേദഗതി ചെയ്തു. ചട്ടങ്ങൾ നിരവധി ഭേദഗതി ചെയ്തു. ഒരുപാട് മാറ്റങ്ങൾ ഓരോ മേഖലയിലും അതിൻ്റെ ഭാഗമായി ഉണ്ടായി. വിവിധ രീതിയിലുള്ള ഇടപെടലുകൾ. അങ്ങനെയാണ് കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് ബഹുരാഷ്ട്ര കമ്പനികളടക്കം വലിയ തോതിൽ കടന്നു വരാനിടയായത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നൊരു കാര്യം, സ്റ്റാർട്ടപ്പിനെ പറ്റി പറഞ്ഞത്, അതൊരു യാഥാർത്ഥ്യമല്ലേ? ഇന്ത്യ രാജ്യത്ത് സ്റ്റാർട്ടപ്പിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട നില നോക്കിയാൽ അതിൻ്റെ എത്രയോ മടങ്ങാണ് കേരളത്തിൽ സ്റ്റാർട്ടപ്പ് മേഖല ശക്തിപ്പെട്ടിരിക്കുന്നു. അത് കണക്ക് വെച്ച് അദ്ദേഹം പറഞ്ഞു. അത് വസ്തുതയല്ല എന്ന് പറയാൻ പറ്റും. അപ്പം നാടിൻ്റെ നേട്ടം അംഗീകരിക്കണ്ടേ? നാടിൻ്റെ നേട്ടം അംഗീകരിക്കുന്നത് LDFനെ അംഗീകരിക്കുന്ന നിലയായിട്ടാണോ വരിക? വാങ്ങ് എൻ്റെ കാലിൻ്റെ അകത്ത് നോക്കി. അപ്പോൾ സാധാരണ നിലക്ക് നാടിൻ്റെ കൂടെ നിൽക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നാണത് കാണിക്കുന്നത്. ബാക്കി തർക്കങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. നമ്മുടെ നാട് വലിയ തോതിലുള്ള ദുരന്തങ്ങൾ നേരിടുന്ന ഘട്ടത്തിൽ ആ ദുരന്തത്തിനാവശ്യമായ സഹായം ചെയ്യാൻ ബാധ്യപ്പെട്ട ഒന്നാണ് കേന്ദ്ര ഗവൺമെൻറ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഇതിനു മുൻപുള്ള നമ്മുടെ അനുഭവം
നൂറ്റാണ്ടിലെ മഹാപ്രളയം 2018 ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിൽ നമ്മെ സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്. ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി ഒരു പൈസ എടുത്ത് ചെലവഴിച്ചോളാൻ ഹൈക്കോടതി സമ്മതിച്ചിട്ടുണ്ട്. ഇതേവരെ കേന്ദ്ര ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് ഒരു പൈ സഹായമായി നൽകിയിട്ടില്ല. ഇപ്പോൾ ഒരു തുക വായ്പയായി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വായ്പ നമ്മൾ ഉപയോഗിക്കും, അത് വായ്പ സഹായമല്ലാലോ, സംസ്ഥാനം തിരിച്ചടക്കേണ്ട തുകയാണല്ലോ. അപ്പോൾ തിരിച്ചടക്കേണ്ട തുകയല്ല നാം ആവശ്യപ്പെട്ടത്, സഹായമായിട്ടാണ്. ആ സഹായം ഇപ്പോഴും നൽകാൻ തയ്യാറാകുന്നില്ല. എന്നാൽ സഹായം പലയിടത്തായി നൽകിയിട്ടുണ്ട്. ഇതുപോലെ ദുരന്തം നേരിട്ട ഒട്ടേറെ സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകി. എന്താ കേരളത്തിനുള്ള കുറവ്? എന്തുകൊണ്ടാണ് കേരളത്തെ ഒഴിവാക്കി നിർത്തുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനമായി നിൽക്കാൻ കേരളത്തിന് യോഗ്യമല്ലേ? ഈ രാജ്യത്തെ പല കാര്യങ്ങളും എടുത്താൽ നമ്പർ 1 എന്ന് കേരളത്തെയാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് തന്നെ വിലയിരുത്തുന്നത്. എന്തേ ആ കേരളത്തെ ഈ രീതിയിൽ ശിക്ഷിക്കുന്നത്? അപ്പോൾ ഈ കാര്യത്തിൽ നാടാകെ ഒന്നിച്ച് ശബ്ദമുയർത്തേണ്ടതായിട്ടുണ്ട്, പ്രതിഷേധിക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ് എന്ന നിലക്ക് തുടർന്നും കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തുക തന്നെ ചെയ്യും. പക്ഷേ ഈ രീതി ശരിയല്ല. കേരളത്തിൻ്റെതായ ശക്തമായ പ്രതിഷേധം കേരളം എന്ന നിലക്ക് തന്നെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായൊരാപത്താണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ഭാഗത്ത് ഭരണഘടന വെല്ലുവിളിക്കപ്പെടുന്നു, മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കം നടക്കുന്നു, വിവിധ നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകുന്നു. എല്ലാം രാജ്യത്തിന് ആപത്തുളവാക്കുന്ന രീതിയിലാണ്. മതനിരപേക്ഷത രാജ്യത്ത് തുടരേണ്ടതില്ല എന്ന ചിന്തയാണ് RSSന് തുടക്കം മുതൽക്കേ ഉള്ളത്. ഭരണഘടനയെയും മതനിരപേക്ഷതയെയും നേരത്തെ മുതൽ RSS തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. RSSന്റെ നേതൃത്വം അംഗീകരിച്ച BJP നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ആ നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകമായി തന്നെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വരുന്നു. ഏതൊരു രാഷ്ട്രവും ആ രാഷ്ട്രത്തിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുക. ഇവിടെ ന്യൂനപക്ഷത്തെ ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള നടപടികൾ തുറന്നു പോവുകയാണ്. ഇത് കുറച്ചു കാലമായി തുടരുകയാണ്. അത്തരം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ അക്രമികൾക്ക് ആവശ്യമായ പ്രോത്സാഹനവും സംരക്ഷണവും കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന BJP ഗവൺമെൻറ്റുകളും നൽകുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ആക്രമണത്തിനിരയാകുന്നത് നമ്മുടെ രാജ്യത്തിലെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം ജനവിഭാഗങ്ങളാണ്. എന്നാൽ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളും വലിയ തോതിൽ തന്നെ ആക്രമണത്തിനിരയാകുന്നു. പൊതുവെ ന്യൂനപക്ഷം രാജ്യത്തിന് പറ്റിയ ഒന്നല്ല എന്നൊരു നില കേന്ദ്ര ഗവൺമെൻറ് സംഘപരിവാർ വളർത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ
സംഘപരിവാറിനെയും സംഘപരിവാറിൻ്റെ ഭരണവിഭാഗമായ BJPയെയും ദുർബലപ്പെടുത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഈ കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവഗതികൾ പരിശോധിച്ചാൽ അതിനുതകുന്ന നടപടികൾ അവധാനതയോടെ കൈകാര്യം ചെയ്യപ്പെടുന്നില്ല എന്നത് കാണാൻ നമുക്ക് കഴിയും. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ഇടപെടലാണ് BJPക്കെതിരെ ഉണ്ടായത്. അതിനിടയാക്കിയത് BJP എതിർക്കാൻ തയ്യാറുള്ള പാർട്ടികൾ, മതനിരപേക്ഷ പാർട്ടികൾ, ആ പാർട്ടികൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ യോജിപ്പുണ്ടാക്കി. അതിലൂടെ BJPയെ നേരിടാനും പലയിടങ്ങളിലും അവരെ പുറകോട്ടടിപ്പിക്കാനും സാധിച്ചു. അത് മൊത്തമായി വന്നപ്പോൾ 3/2 ഭൂരിപക്ഷം നേടി എല്ലാ കാര്യങ്ങളും തങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ച BJPക്ക് 3/2 പോയിട്ട് കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതായി. കേവല ഭൂരിപക്ഷത്തിന് 2 പാർട്ടികളുടെ പിന്തുണ തേടേണ്ടതായി വന്നു. അപ്പോൾ BJPക്കെതിരെയുള്ള ആ നീക്കം ഫലപ്രദമായി എന്നാണത് കാണിച്ചത്. എന്നാൽ ഈ കാര്യത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടി പിന്നീട് സ്വീകരിച്ച നില, അതിനു മുൻപ് സ്വീകരിച്ച നിലയും അത്യന്തം നിരാശാജനകമായിരുന്നു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രാജസ്ഥാനിലും മധ്യപ്രദേശിലും മറ്റും സ്വീകരിച്ച നിലയുണ്ട്. അതിൻ്റെ കെടുതി നാം കണ്ടതാണ്. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ഫലമുണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ അതിനുശേഷമാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് വന്നത്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ ശരിയായ നിലയല്ല കോൺഗ്രസ് സ്വീകരിച്ചത്. യോജിപ്പിച്ച് നിർത്താവുന്ന ശക്തികളെ ആകെ യോജിപ്പിച്ച് നിർത്തി BJPയെ പരാജയപ്പെടുത്തുകയാണ് വേണ്ടത്. പക്ഷേ കോൺഗ്രസ് ഒറ്റക്ക് തന്നെ ജയിക്കാൻ പോവുകയാണ് എന്ന ധാരണ അവരിൽ സ്വയമേവയങ്ങുണ്ടായി. കോൺഗ്രസിനുള്ള ഏറ്റവും വലിയ കുഴപ്പം അവരുടേതായ ശോഷിച്ച നില മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഫലം എന്തായി? ആരും ആഗ്രഹിക്കാത്ത BJP അവിടെ അധികാരത്തിൽ വന്നു. മഹാരാഷ്ട്രയിലെ തെറ്റായ നിലപാടുകൾ കോൺഗ്രസ് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി വലിയ തോതിൽ അവകാശവാദം ഉന്നയിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചു. ഫലം അവസാനം വന്നപ്പോൾ BJPക്ക് അനുകൂലമായി. ഇപ്പോൾ ഡൽഹി, ഹിന്ദി ഹൃദയഭൂമി, അതിൽ ഡൽഹി എന്നൊരു സംസ്ഥാനമാണ് BJPക്ക് ബാലികാറാം അലിയായിട്ടുണ്ടായിരുന്നത്. ദശാബ്ദങ്ങളായി നിൽക്കുന്നു. അങ്ങനെ അവിടെയാണ് ഇപ്പോൾ BJPക്ക് ജയിച്ചു കയറാൻ അവസരമുണ്ടാക്കിയത്. ആരാതുണ്ടാക്കിയത്? അവിടെ BJPയുടെ ഗവൺമെൻറ് ഇന്ത്യയിലാകെ ചെയ്തുകൊണ്ടിരിക്കുന്നത് BJPയോട് എതിർപ്പുള്ള, BJPയുടെ കൂടെയല്ലാത്ത സംസ്ഥാന ഗവൺമെൻറ്റുകളെ അസ്ഥിരപ്പെടുത്താനും ദുർബലപ്പെടുത്താനുമുള്ള നടപടികൾ സ്വീകരിക്കലാണ്. അതിൻ്റെ ഭാഗമായി അവർ ഡൽഹി ഗവൺമെൻറ് ലക്ഷ്യമിട്ടു. അവിടുത്തെ മുഖ്യമന്ത്രി എന്ന നിലക്ക് കെജ്രിവാളിനെ ലക്ഷ്യമിട്ടു. എന്താ കോൺഗ്രസ് ചെയ്തത്? BJPക്ക് അനുകൂലമായ നില. BJPയുടെ മുന്നിൽ പരാതി കൊടുക്കുകയാണ്. ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി കൊടുക്കുന്നു. കെജ്രിവാൾ അഴിമതിക്കാരനാണ്, ഈ ഗവൺമെൻറ് അഴിമതിയാണ്, നല്ല അവസരം, അവരന്വേഷിക്കുന്നു.
തീർത്തും പകപോക്കൽ രീതിയിൽ കാര്യങ്ങൾ നീക്കുന്നു. ദീർഘകാലം കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വെക്കുന്നു. ആദ്യം ഉപമുഖ്യമന്ത്രിയെ കസ്റ്റഡിയിൽ വെക്കുന്നു. ഉപമുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് ഇദ്ദേഹമല്ല, കെജ്രിവാളാണ് യഥാർത്ഥ പ്രതി, എന്താണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നു. എന്താണ് കോൺഗ്രസിൻ്റെ താല്പര്യം? BJPക്ക് അവസരമുണ്ടാക്കി കൊടുക്കുക. അവിടെ കേന്ദ്ര ഗവൺമെൻറ് ഡൽഹി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറച്ച് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്ന ഒരു ഓർഡിനൻസ് ഇറക്കുന്ന സാഹചര്യമുണ്ടായി. അത് വന്നത് ലഫ്റ്റനന്റ് ഗവർണറുടെ നടപടികളെ ചോദ്യം ചെയ്ത് കെജ്രിവാളും ഗവൺമെൻറ്റും സുപ്രീം കോടതിയെ സമീപിച്ചു. കോടതിയുടെ ഇടപെടലുണ്ടായി. കോടതി ഇടപെട്ടപ്പോൾ ആ കോടതി ഇടപെടലിനെ തിരുത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഡൽഹി ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്തി ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം പകരുന്നു. രാജ്യത്തെ എല്ലാ മതനിരപേക്ഷ പാർട്ടികളും അതിനെതിരെ രംഗത്ത് വന്നു, കോൺഗ്രസ് ഒഴിച്ച്. കോൺഗ്രസ് അപ്പോൾ BJPയുടെ കൂടെ. ഇതല്ലേ നില? ഇപ്പോൾ എന്താ ചെയ്തത്? ഇപ്പം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസിന് നേരത്തെ അവിടെ ഒരു സീറ്റും ഇല്ല. പണ്ടവർ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു, അത് വേറെ കാര്യം. ഇപ്പോൾ നേരത്തെ പൂജ്യമാണ്. ഇപ്പോൾ അവരെന്ത് ചെയ്തു? രാഹുൽ ഗാന്ധി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് കെജ്രിവാളിനെതിരെ പ്രചരണം. കെജ്രിവാളിനെതിരെ കോൺഗ്രസിന് നിർത്താൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ നോക്കി നിർത്തി, പഴയ ഷീലാ ദീക്ഷിത്തിൻ്റെ മകനെ. എന്താ സംഭവിച്ചത്? 15-16 സീറ്റ് കോൺഗ്രസ് മത്സരിച്ചത് കൊണ്ട് മാത്രം AAP പരാജയപ്പെടുന്ന നിലയുണ്ടായി. അതുണ്ടായിരുന്നില്ലെങ്കിൽ ആം ആദ്മി അവിടെ ജയിച്ചിട്ടുണ്ടാവും, ഡൽഹി സംസ്ഥാനത്ത് ജയിച്ചിട്ടുണ്ടാവും. അപ്പോൾ കോൺഗ്രസ് എന്താ ചെയ്തത്? BJPക്ക് അവസരമുണ്ടാക്കി കൊടുത്തു. BJPക്ക് ജയിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. ഇതാണ് നില. ഇതും നാം കണ്ടുപോകേണ്ടതുണ്ട്. ഇവിടെ സ്വീകരിക്കുന്ന നമുക്കറിയാലോ. ഇത്തരമൊരു അവസ്ഥ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണണം. മതനിരപേക്ഷമാണെന്ന് പറയുന്നവർ തന്നെ മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതും നാം ഗൗരവമായിട്ട് കാണണം. KSTA എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി വിലയിരുത്തി പൊതുവായ സമീപനം സ്വീകരിച്ചു പോകാൻ കഴിയണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.